JP ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്ന തന്റെ കാലാവധി പൂർത്തിയാക്കി റിട്ടയർ ചെയ്തിരിക്കുകയാണ്. പുതിയ ചീഫ് ജസ്റ്റിസായി BR ഗവായ് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. വഖഫ് ബില്ലിന്മേൽ ഇനി തുടർവാദം കേൾക്കുന്നത് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത പുതിയ ചീഫ് ജസ്റ്റിസ് BR ഗവായ് ആയിരിക്കും. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ് എന്നും അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ വഖഫ് ബില്ലിന്റെ ഭാവി എന്തായിരിക്കുമെന്നും നമുക്ക് വിശദമായി കാണാം. വളരെ ചുരുങ്ങിയ കാലാവധിയായിരുന്നു ഇപ്പോൾ കാലാവധി പൂർത്തിയായ CJI സഞ്ജീവ് ഖന്നയുടേത്. എന്നാൽ ഈ ചുരുങ്ങിയ കാലാവധിക്കുള്ളിൽ നിയമത്തെയും ഭരണഘടനയെയും അണുവിട തെറ്റാതെ മാനിക്കുന്ന ആളാണ് അദ്ദേഹമെന്ന് സുപ്രധാനമായ പല വിധികളിലൂടെയും അദ്ദേഹം തെളിയിച്ചിരുന്നു. ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ച് റിട്ടയർ ചെയ്യുകയും പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് സ്ഥാനം ഏൽക്കുകയും ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന രംഗങ്ങൾ നമുക്ക് കാണാം. ഈ വർഷം നവംബർ 23-ാം തീയതി വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ചില ദൃശ്യങ്ങളാണ് ഇവ. സ്ഥാനമൊഴിഞ്ഞ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ അധ്യക്ഷനും വൈസ് പ്രസിഡന്റുമായ ജഗ്ദീപ് ധൻഖർ, ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ JP നഡ്ഡ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, കിരൺ റിജിജു, മുൻ ചീഫ് ജസ്റ്റിസ് GY ചന്ദ്രചൂഡ് തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള ഒരു വലിയ നിരയാണ് ഈ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഗവായിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. ഇവർ രണ്ടുപേരും സത്യപ്രതിജ്ഞയ്ക്കായി എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ് ഇവ. സത്യപ്രതിജ്ഞയ്ക്കായി വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയാണ് അദ്ദേഹം ഇറങ്ങിയത്. അതുപോലെ പുറപ്പെടുന്ന വഴി ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താനും അദ്ദേഹം മറന്നില്ല. ഇന്ത്യയുടെ 52-ാം ചീഫ് ജസ്റ്റിസ് ആയാണ് അദ്ദേഹം സ്ഥാനമേറ്റത്. ഇദ്ദേഹത്തിന് വളരെയേറെ പ്രത്യേകതകൾ ഉണ്ട്. ബുദ്ധമത വിശ്വാസിയായ ഇദ്ദേഹം ബുദ്ധമതത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നുമുള്ള രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായ്. ആദ്യത്തെ ആൾ മലയാളിയായ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? 50%-ലധികം പിന്നോക്ക വിഭാഗക്കാർ ഉള്ള ഇന്ത്യയിൽ 52 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടായതിൽ വെറും 2 പേരാണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളവർ എന്ന് പറഞ്ഞാൽ എത്ര വലിയ വൈപരീത്യമാണ് എന്ന് ഓർക്കണം. ഇദ്ദേഹത്തിന്റെ പിതാവ് യശശരീരനായ RS ഗവായ് ബാബാ സാഹേബ് അംബേദ്കറോടൊപ്പം റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതിന്റെ സഹസ്ഥാപകൻ ആയിരുന്നു. ആ ബാബാ സാഹേബ് രൂപകൽപ്പന നൽകിയ ഭരണഘടന വലിയ വെല്ലുവിളി നേരിടുന്ന അവസരത്തിലാണ് ഇദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി അധികാരമേൽക്കുന്നത് എന്നുള്ളത് വളരെ സുപ്രധാനമായ കാര്യമാണ്. അത്യുന്നതമായ നീതിബോധവും ഭരണഘടനയോടുള്ള അചഞ്ചലമായ കൂറും വെച്ച് പുലർത്തുന്ന ആളാണ് അദ്ദേഹം. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ വരുന്ന കേസുകൾ 100% നീതി ലഭിക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കാം. ഏതാനും നാളുകൾക്ക് മുൻപ് ഇദ്ദേഹം പറഞ്ഞതാണ് ഇത്. സുപ്രീം കോടതിയുടെ അഭിമാനത്തിന് ആരെങ്കിലും ക്ഷതം വരുത്തിയാൽ ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന്. BJPയുടെ വിവേകമില്ലാത്ത MP നിഷികാന്ത് ദുബെ സുപ്രീം കോടതിയെ അപമാനിച്ചുകൊണ്ട് പറഞ്ഞതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇയാൾ ഭരണകക്ഷിയിലെ MP ആയതിന്റെ പേരിൽ മറ്റു ചില ജഡ്ജിമാർ ആയിരുന്നെങ്കിൽ മറിച്ച് ഒരു നിലപാടേ എടുക്കുകയുണ്ടാവുകയുള്ളൂ എന്നാണ്. അദ്ദേഹം സ്ഥാനമേൽക്കുന്നതിന് മുൻപ് പറഞ്ഞത് തന്റെ പ്രയോറിറ്റികൾ മുടങ്ങിക്കിടക്കുന്ന കേസുകൾ എത്രയും വേഗം പൂർത്തിയാക്കുക, വേക്കന്റായ ജഡ്ജിമാരുടെ പൊസിഷൻ നികത്തുക എന്നിവയാണെന്നാണ്. അതുപോലെ ബുദ്ധപൂർണിമ ദിവസത്തിന് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് താൻ സ്ഥാനമേൽക്കുന്നത് എന്നുള്ളത് വലിയൊരു കോയിൻസിഡൻസ് ആണ് എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ഈ വാക്കുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. ഒരു രാഷ്ട്രീയക്കാരനെയോ ഉദ്യോഗസ്ഥനെയോ ഒരു ജഡ്ജി തന്റെ സ്ഥാനത്തിരിക്കുമ്പോൾ പുകഴ്ത്തുന്നത് പൊതുജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ തന്റെ സ്ഥാനം രാജിവെച്ചതിന് ശേഷം ഉടനടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അവരുടെ നിഷ്പക്ഷതയെക്കുറിച്ച് ജനങ്ങൾക്ക് സംശയമുണ്ടാവുന്നതിന് കാരണമാകും. തന്റെ അഭിപ്രായത്തിൽ ഒരു ജഡ്ജിയുടെ പൊതുവേദികളിൽ വെച്ചുള്ള പ്രവൃത്തികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ സ്വന്തം സ്ഥാനത്തിന്റെ മര്യാദയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം
അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ എന്ന്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണല്ലോ എത്രത്തോളം നല്ലവനും മാന്യനുമായ വ്യക്തിയാണ് ഇദ്ദേഹം എന്ന്. രാഷ്ട്രീയക്കാരുടെ ഇംഗിതത്തിനും ഭീഷണിക്കും വഴങ്ങുന്നവനോ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നിയമം വളച്ചൊടിക്കുന്നവനോ അല്ല അദ്ദേഹം എന്ന് വളരെ വ്യക്തമാണ്. അതുപോലെ അദ്ദേഹം മുമ്പൊരിക്കൽ പറഞ്ഞ ഈ വാക്കുകളും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എത്ര മികച്ചതാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. താനും ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നും വന്നയാളാണ്. പക്ഷേ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന കൂടുതൽ അർഹരായ പാവപ്പെട്ട കുട്ടികളുടെ അവസരങ്ങൾ എന്റെ കുട്ടികൾ എന്തുകൊണ്ട് തട്ടിയെടുക്കണം? രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം അദ്ദേഹത്തെ അനുമോദിച്ച സുപ്രീം കോടതിയിലെ ലോയേഴ്സിനോട് അദ്ദേഹം നന്ദി അറിയിച്ചത് ജയ് ഭീം എന്ന് പറഞ്ഞാണ്. ഈ ജയ് ഭീം എന്നുള്ളത് പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണ മൂവ്മെന്റുകളുടെ മുദ്രാവാക്യമാണ് എന്ന് അറിയാമല്ലോ. മഹാരാഷ്ട്രയിലെ അമരാവതിക്കടുത്തുള്ള ചെറിയൊരു ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം സർക്കാർ സ്കൂളിലാണ് തന്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത്. അവിടെ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം വിധി പ്രസ്താവിച്ചതും ബെഞ്ചിലിരുന്നതുമായ ചില സുപ്രധാന കേസുകൾ ഇവയൊക്കെയാണ്. ഡൽഹി മദ്യ അഴിമതി കേസിൽ മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം നൽകിയത് അദ്ദേഹമാണ്. ഉത്തർപ്രദേശിലും BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും നടത്തിയ ബുൾഡോസർ നീതിക്കെതിരെ വളരെ ശക്തമായി വിമർശനം ഉന്നയിക്കുകയും തടയുകയും ചെയ്ത ആളാണ് അദ്ദേഹം. മോദി സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് എന്ന കൊടിയ അഴിമതി ഉപകരണം ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച ബെഞ്ചിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 370 കേസിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ വിധിയാണ് ഇദ്ദേഹം പുറപ്പെടുവിച്ചത്. അതുപോലെ തന്നെ മോദിയുടെ കറൻസി നിരോധനം ശരിവെച്ച ബെഞ്ചിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ വരുന്ന ഏറ്റവും സുപ്രധാനമായ കേസ് വഖഫ് ബില്ലിനെതിരെയുള്ളതാണ്. ഇദ്ദേഹം ഭരണഘടനയ്ക്കും നിയമത്തിനും അനുസൃതമായി മാത്രമേ വിധി പ്രസ്താവിക്കുകയുള്ളൂ എന്ന് ഉറപ്പാണ് എന്ന് മുൻപ് പറഞ്ഞല്ലോ. അതിനാൽ ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ സഞ്ജീവ് ഖന്ന മരവിച്ച വഖഫ് ബില്ലിലെ സുപ്രധാന ഭാഗങ്ങളായ മുസ്ലിങ്ങളല്ലാത്തവരെ വഖഫ് ബോർഡിൽ നിയമിക്കുക, വഖഫ് ബൈ യൂസർ തുടങ്ങിയവയിൽ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്ക് ഇദ്ദേഹം തടയിടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇത്തരം കാര്യങ്ങളിൽ ഭരണഘടനാ വിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ ഇദ്ദേഹം നടപടിയെടുക്കുമെന്ന് തന്നെയാണ് പരിപൂർണമായി പ്രതീക്ഷിക്കുന്നത്. അതിനാൽ ഇദ്ദേഹത്തിന്റെ കാലാവധിക്കുള്ളിൽ വഖഫ് ബില്ലിന്മേൽ വിധിയുണ്ടാവുകയാണെങ്കിൽ അതിലുള്ള ഭരണഘടനാ വിരുദ്ധമായ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള ബെഞ്ച് റദ്ദാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ കാരണത്താൽ എങ്ങനെയും ഇദ്ദേഹത്തിന്റെ കാലാവധി കഴിയുന്നതുവരെ അത് നീട്ടിക്കൊണ്ടു പോകാനായിരിക്കും കേന്ദ്ര സർക്കാർ ശ്രമിക്കുക. എന്നാൽ അതിന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനാൽ വഖഫ് ബില്ലിന്മേൽ വലിയ തിരിച്ചടിയായിരിക്കും ഇദ്ദേഹം അധ്യക്ഷനായുള്ള ബെഞ്ചിൽ നിന്നും കേന്ദ്ര സർക്കാരും മോദിയും നേരിടാൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ ബെഞ്ചിൽ അത് പരിഗണനയ്ക്ക് വരുമ്പോൾ അതിന്റെ എല്ലാ വിവരങ്ങളും കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.